തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും പെൺവാണിഭവും. പൊന്നാനി സ്വദേശിനി പിടിയിൽ. മോഡലിംഗിന്റെ മറവിൽ ദുബായിലേക്ക് മനുഷ്യക്കടത്തും പെൺവാണിഭവും നടത്തിയ കേസിൽ പൊന്നാനി സ്വദേശിനി മഞ്ജുമയെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ കേസിൽ പിടിയിലാവുന്നവരുടെ എണ്ണം 3 ഉയർന്നു. കേസിൽ ഉൾപ്പെട്ട ആലുവ സ്വദേശിനി അലീന, തിരുവനന്തപുരം സ്വദേശിനി സിന്ധു എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ മുംബൈയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സിന്ധുവിനെ കൊച്ചിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. പ്രതികൾക്ക് പിന്നിൽ വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മോഡലിംഗ് രംഗത്തെ മികച്ച അവസരങ്ങളും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്താണ് സംഘം യുവതികളെ ദുബായിലേക്ക് ആകർഷിക്കുന്നത്. അവിടെ എത്തിക്കുന്ന ഇരകളെ പിന്നീട് രഹസ്യ കേന്ദ്രങ്ങളിൽ തടങ്കലാക്കുകയാണ് ഇവരുടെ രീതി. തുടർന്ന് ബലമായി മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം വിവിധ സംഘങ്ങൾക്ക് കാഴ്ചവെക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പീഡനത്തിനിരയായ യുവതികൾ നൽകിയ രഹസ്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വൻ മനുഷ്യക്കടത്ത് സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. ഇപ്പോൾ അറസ്റ്റിലായ യുവതികൾക്ക് പുറമെ പെൺകുട്ടികളെ വലയിലാക്കാനും ദുബായിൽ താമസിപ്പിക്കാനും സഹായിച്ച വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ, കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.